ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാരും ജീവന്റെ അറസ്റ്റല്ലേ കണ്ടുള്ളൂ. പോലീസുകാർ ഇനിയും വരും, അറസ്റ്റുകൾ ഇനിയും നടക്കുകയും ചെയ്യും. അപ്പോ എല്ലാരും കൂടെ കൈകാലിട്ട് അടിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തായാലും കൊറേ കാഴ്ചകൾ കണ്ടിട്ടേ വീണ ഇവിടുന്ന് പോകൂ. വന്നോ? എല്ലാരും കൂടെ കൊലപാതകയെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയ. നീ ആതീസല്ലേ? എന്തൊക്കെയായിരുന്നു നിത്യയുടെ പ്രകടനം. ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ജീവനുമായിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചവളാ. അവസരം കിട്ടിയപ്പോ ഓന്ത് മാറുന്ന പോലെ മാറിയത് കണ്ടില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ആ മകനൊരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞിട്ടേ ആ അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നോ? ഓ, അത് പിന്നെ സുജാതയല്ലേ, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ. അപ്പൊ അവരുടെ മോന് കൊല്ല, കുഴപ്പമില്ല. ഈ പറയുന്ന ജീവന് ഒളിഞ്ഞും തിരിഞ്ഞും എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് നീ ഒറ്റൊരുത്തിയല്ലേ, അല്ലേടി? ഇനി അങ്ങനെ ഒരു കുറ്റം എന്റെ തലയിലേക്ക് എടുത്തു വെച്ചാ ഇപ്പൊ എന്താ അച്ഛന് നേട്ടം? വേണമെങ്കില് ഇങ്ങനൊരു കെട്ടുകഥ ചമച്ചുണ്ടാക്ക്. നിത്യയുടെ മനസ്സില് ജീവനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകാൻ കാരണം വീണയാണ്. അതുകൊണ്ട് പാവം നിത്യ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നൊക്കെ. അച്ഛന്റെ ഉദ്ദേശം അതാണോ? എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ട് നിത്യയെ കല്യാണം കഴിപ്പിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇവരുടെ വിവാഹം ഇനി എന്തിനാ നടത്തുന്നേ? അത് നേരത്തെ കഴിഞ്ഞതല്ലേ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. പള്ളിയില്ല, അറസ്റ്റിലായി ലോക്കപ്പിൽ കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനത് കണ്ടുപിടിച്ചിട്ട് തന്നെയാ പോയത്. വിവാഹം നടന്നുപോലും. നാണമില്ലാത്ത രണ്ട് കുടുംബങ്ങള്. ഒരു കൂട്ടർ ഒരു പെണ്ണിനെ കെട്ടിച്ചമച്ചൊരുക്കി വേറൊരുത്തന്റെ കിടപ്പറയിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. ഇവിടെയുള്ളവര് അത് കണ്ട് മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് നാണോ മാനെന്നൊക്കെ പറഞ്ഞു വരുമ്പോ നിങ്ങളെല്ലാരും അകത്തും വീണ പുറത്തും. വീണേ മതി, നിർത്തിക്കോ. കഴിഞ്ഞില്ല. എനിക്ക് ആഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോ എല്ലാരും ജീവന്റെ അറസ്റ്റല്ലേ കണ്ടുള്ളൂ. പോലീസുകാർ ഇനിയും വരും, അറസ്റ്റുകൾ ഇനിയും നടക്കുകയും ചെയ്യും. അപ്പോ എല്ലാരും കൂടെ കൈകാലിട്ട് അടിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തായാലും കൊറേ കാഴ്ചകൾ കണ്ടിട്ടേ വീണ ഇവിടുന്ന് പോകൂ. അല്ല, എന്തുവാ അവള് പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ പോലീസ് വരുന്നൊക്കെ ആർക്കറിയാം? ഇവരുടെയൊക്കെ ബുദ്ധി പായുന്നതിന്റെ ഒപ്പം നമ്മുടെ ഒന്നും മനസ്സ് പോകില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. മക്കളെ, നീ നിത്യയുടെ അടുത്തോട്ട് പോകുന്നില്ലേ? ഈ ഒരു അവസ്ഥയില് നിത്യയെ സമാധാനിപ്പിക്കാൻ നീ അല്ലാതെ പിന്നെ വേറെ ആരാ? ഞാൻ കഴുകനൊന്നും അല്ല ചത്തു കിടക്കുന്നവരെ അന്വേഷിച്ചു പോവാൻ. മരിച്ചതിന് തുല്യ അയാളുടെ മനസ്സിപ്പോ. അത് നേരെയാവാൻ കുറച്ച് സമയം എടുക്കും. ഒരു കാര്യമുണ്ട് മോനെ, പ്രാർത്ഥനയുടെ ഫലങ്ങളാണെന്ന് പറഞ്ഞാ മതിയല്ലോ. അല്ലായിരുന്നെങ്കില് ഒരു പക്ഷെ നമ്മളെല്ലാരെയും കബളിപ്പിച്ച് നിത്യയും കൊണ്ട് അവൻ എവിടെയെങ്കിലും പോയേനെ, ഇല്ലേ? നിത്യ പാവ. ദൈവത്തിന് പ്രിയപ്പെട്ടവളാ. അത്ര പെട്ടെന്നൊന്നും അയാളെ വെട്ടിവീഴ്ത്താൻ ആരെക്കൊണ്ടും പറ്റില്ല. കരയായിരിക്കും ഇപ്പോ. ആയിരിക്കും. കരഞ്ഞു തീർക്കട്ടെ.
ഞാനൊരു മണ്ടനായിപ്പോയി. അല്ലെങ്കിൽ ഇത്രയും വില പിടിച്ച് മനസ്സുള്ള ഒരാളെ ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ലായിരുന്നു. പക്ഷെ ഭാഗ്യമില്ലല്ലോ. ഐ ആം സോറി നിത്യ. റിയലി ഐ ആം സോറി. ജീവന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് പാവം തോന്നുന്നുണ്ടമ്മേ. ഇനി എന്തിനാ അങ്ങനെ ഒരാളെ വേദനിപ്പിക്കുന്നത്? അവന്റെ കണ്ണുകളിലെ ആ മാറ്റം നീ മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ അർത്ഥം നിന്റെ മുമ്പിൽ അവൻ അഭിനയിക്കുകയാണെന്നാണ്. എനിക്ക് മാപ്പ് തരണം നിത്യ. നിന്നെ നാണം കെടുത്തിയതിന്, നിന്നെ ദ്രോഹിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിനക്ക് വിധിക്കാം. ഞാനതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ, ഒരുപാട്. എനിക്ക് വേണ്ടത്ത ഡിവോഴ്സ് അമ്മ പിടിച്ചു വാങ്ങിക്കുന്ന എന്തിനാ? ഒരുപാട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷെ നിന്നെ അവന് കൊല്ലാനായി എറിഞ്ഞു കൊടുക്കില്ല എന്നത് എന്റെ തീരുമാനമാണ്. അമ്മ പറയുന്നത് പോലെ ജീവൻ തെറ്റുകാരനാണെന്ന് അമ്മ എനിക്ക് കാണിച്ചതാ. നിന്നോടതില് ഒപ്പിടാനാ ഞാൻ പറഞ്ഞത്. ഇല്ല, പിരിയാനുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടാതെ ഞാൻ ഒപ്പിടില്ല ഒപ്പിടില്ല ഒപ്പിടില്ല.